നമസ്കാരം. കെയറിംഗ് ഹാൻഡ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് കെയറിംഗ് ഹാൻഡ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളിലെ വിളർച്ച അഥവാ അനീമിയ എന്ന അവസ്ഥയെക്കുറിച്ചാണ്. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ ലീലാമണിയാണ്. യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ അരുമനയും ഉള്ളൂരുമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഡോക്ടർ ലീലാമണിയെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഒപ്പം പ്രേക്ഷകർക്ക് അറിയാം, നമ്മുടേത് ഒരു ലൈവ് ഫോണിൻ പ്രോഗ്രാമാണ്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഫോണിൻ പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ഡോക്ടറോട് നേരിട്ട് തന്നെ ഫോണിലൂടെ ഈ വിഷയത്തെക്കുറിച്ച്, സ്ത്രീകളിലെ അനീമിയ അഥവാ വിളർച്ച എന്ന അവസ്ഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. കൂടാതെ രണ്ടാമതൊരു ഓപ്ഷനും കൂടെയുണ്ട്. വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് വാട്സാപ്പ് ചെയ്യുന്നതാണ് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും വാട്സാപ്പിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾ മെസ്സേജായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അതിനും ടെലിവിഷൻ സ്ക്രീനിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു റിക്വസ്റ്റ് ഉള്ളത്, വാട്സാപ്പ് നമ്പറിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ കോൾ ചെയ്യരുത്. കോൾ ചെയ്യാനായിട്ട്, ഡോക്ടറോട് നേരിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ ലാൻഡ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ലാൻഡ് ഫോൺ നമ്പറിൽ വിളിക്കാം. വാട്സാപ്പ് ചെയ്യാനായിട്ട് വാട്സാപ്പ് നമ്പറിനെ ഉപയോഗിക്കാവുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ, ഈ അനീമിയ എന്ന് പറയുന്നത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണ്. എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്കാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. പക്ഷേ ഇത് സാങ്കേതികമായിട്ട് എപ്പോഴാണ് ഒരാളെ അനീമിക്കാണ് അല്ലെങ്കിൽ വിളർച്ചയാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ വിളർച്ച എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും ധാരണയുണ്ടാകും. അപ്പം മെഡിക്കലി എന്താണ് വിളർച്ച എന്ന് പറഞ്ഞത്? മെഡിക്കലി നമ്മൾ വിളർച്ച എന്ന് പറയുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നതാണ് നമ്മൾ വിളർച്ച. ഹീമോഗ്ലോബിനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചുവന്ന രക്താണുക്കളിൽ വരുന്ന കുറവാണ് ഹീമോഗ്ലോബിൻ കുറയുന്നത്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രക്തത്തിലൂടെ ഓക്സിജൻ എത്തിക്കുന്നതിനുള്ള, നമുക്കറിയാമല്ലോ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ. ഓക്സിജൻ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ ഉണ്ടാകുന്നത് നമ്മുടെ ഓക്സിജൻ്റെ ലഭ്യത, നമ്മുടെ ബോഡിയിലെ പ്രവർത്തനങ്ങൾക്കുള്ള ഓക്സിജൻ്റെ ലഭ്യത കുറയും. ഓക്സിജൻ്റെ ലഭ്യത കുറയുമ്പോൾ നമ്മുടെ എല്ലാ ഓർഗൻസും, ഒന്നൊന്നല്ല എല്ലാ ഓർഗൻസും ഒരുപോലെ അഫക്റ്റഡ് ആവും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ഇപ്പോൾ ചെറിയൊരു ഹീമോഗ്ലോബിൻ്റെ അളവ് വരുമ്പോൾ നമ്മളത് ഭയങ്കരമായിട്ട് നമുക്കത് അറിയണമെന്നില്ല. പക്ഷേ അത് വീണ്ടും വീണ്ടും കുറഞ്ഞു വരികയാണെങ്കിൽ അത് വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ പല രീതിയിൽ എല്ലാ അവയവങ്ങളെയും ഒരുപോലെ കുഴപ്പമാക്കുന്ന ഒന്ന് തന്നെയാണ് വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ വളർച്ച അതുകൊണ്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം പുതിയ വരുന്ന സ്റ്റഡീസിൽ പോലും ഇപ്പോൾ വളരെ കാലമായിട്ട് നമ്മുടെ ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ ആരോഗ്യ മേഖല ഈ വളർച്ച കറക്റ്റ് ചെയ്യുന്നതിനുള്ള ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ധാരാളമുണ്ട്. അത് ഓരോ ഏജ് ഗ്രൂപ്പിനും, ന്യൂ ബോണിനെ തുടങ്ങി നമ്മുടെ ഓരോ ഏജിലെ കൊച്ചു കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, അഡോളസെൻറ്റിൽ എത്തുമ്പോൾ ഉള്ള ആൾക്കാർക്ക്, പ്രായമായവർക്ക് എല്ലാവർക്കും നമ്മുടെ അനീമിയ വരാതിരിക്കാനുള്ള ഒരുപാട് പദ്ധതികൾ നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഉണ്ട്, ധാരാളമുണ്ട്. പക്ഷെ ഇത്രയും പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഏകദേശം 50% ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഓരോ ഏജ് ഗ്രൂപ്പിലും ഗർഭിണികളിൽ 40% കാണുന്നെന്ന് പറയുന്നു, കൊച്ചുകുട്ടികളിൽ 20% ഉണ്ടെന്ന് പറയുന്നു. അപ്പം ഇത് നമ്മളെ ഫുള്ളി കറക്റ്റഡ് ആകുന്നില്ല. പല റീസൺസ് ഉണ്ട്, അതിന് പല റീസൺസ് ഉണ്ട്. എന്നാലും നമ്മളത് ഇല്ലാത്തിടത്തോളം കാലം അത് ഓരോ ഏജിലും അത് പ്രശ്നം. ഇപ്പം ന്യൂ ബോണിനെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജനിച്ച ഉടനെ തന്നെ കുട്ടികൾക്ക് അനീമിയ കാണുന്നു. അതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് നമുക്കൊരു പല രീതികളിലൂടെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനീമിയ മുക്ത ഭാരതം എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും എങ്ങനെ അനീമിയ വരാതെ പ്രിവെൻറ്റ് ചെയ്യാം, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതെല്ലാം നോക്കി വളരെ കുലങ്കക്ഷമായിട്ട് തന്നെ ഈ ആരോഗ്യ മേഖല അതിന് നോക്കുന്നുണ്ട്. എന്നാൽ അത്രയും ഒരു ആരോഗ്യ പ്രശ്നമാണത് അനീമിയ എന്ന് പറയുന്നത്. പലപ്പോഴും അത് ഡിറ്റക്റ്റ് ചെയ്യാതെ തന്നെ പോകും, ആൾക്കാർ ശ്രദ്ധിക്കാതെ തന്നെ പോകും. ഇപ്പോൾ പലരും, ഇപ്പോൾ നമ്മളെടുക്കുക ഒരാൾ ക്ഷീണമെന്ന് പറഞ്ഞ് വന്നാൽ ചിലപ്പോൾ അത് വെറും അനീമിയ കൊണ്ട് മാത്രമുള്ളതായിരിക്കും. അത് എളുപ്പത്തിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഒരു സ്ട്രെസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടും ഇപ്പോഴും അനീമിയ ഉണ്ട് എന്നുള്ളതാണ്, ഏകദേശം 40% ഉണ്ട് എന്നുള്ളതാണ്. അത്രയും അതെ. അത് ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ, ഗർഭിണികളിലാണ് 40% പറഞ്ഞാൽ, മറ്റവരെല്ലാം അത്രയും കാണണമെന്നില്ല. അപ്പോൾ ഇതിങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും, ഇപ്പോഴും മാറുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എത്രയും സ്ട്രെസ് കൊടുത്ത് പല പദ്ധതികളും ഒക്കെ ചെയ്തിട്ടും
ഇപ്പോഴും അനീമിയ ഉണ്ട് എന്നുള്ളതാണ്. ഡോക്ടർ, ഈ അനീമിയയുടെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്താണ്? ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് സാധാരണ ആൾക്കാരിങ്ങനെ കണ്ണ് പിടിച്ച് നോക്കും, കണ്ണിൽ രക്തക്കുറവാണെന്ന് പറയുന്നത്. ഇതാണ് ഒരു ലേമാനെ സംബന്ധിച്ചിടത്തോളം വിളർച്ച എന്ന് പറയുന്നത് അവർ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വിളർച്ചയുടെ അല്ലെങ്കിൽ അനീമിയയുടെ സിംറ്റംസ് എന്ന് പറയുന്നത്? ശരിക്കും വിളറിയിരിക്കുന്ന ഒരാളിനെ, വിളർച്ചയുള്ള ഒരാളിനെ കണ്ടാൽ തന്നെ നമ്മൾ നീ അങ്ങ് വിളറിയിരിക്കുന്നല്ലോ എന്ന് നമുക്ക് പറയത്തക്ക രീതിയിൽ അവരുടെ തൊലി കണ്ടാൽ തന്നെ, ത്വക്കിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഈ കണ്ണ് പിടിച്ച് നോക്കുന്നത്. കണ്ണ് കണ്ടാൽ അറിയാം, നാക്ക് കണ്ടാൽ അറിയാം. പിന്നെ നമ്മളിപ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും അറിയാനായിട്ട്. പിന്നെ ഉള്ളത് അവരുടെ ബാക്കി പലപ്പോഴും ഇത് വരുന്നത് ക്ഷീണം എന്ന് പറഞ്ഞാണ് പലരും വരുന്നത്. ഫറ്റീഗ്നെസ്, എപ്പോഴും ഒന്നിനും ഒരു ഉത്സാഹമില്ല, എപ്പോഴും ഒരു ഉറക്കം തൂങ്ങിയ അവസ്ഥ. കൊച്ചു കുട്ടികളിലാണെങ്കിൽ ഇപ്പോൾ സ്കൂളിലൊക്കെ അവർക്ക് പഠിക്കാനൊന്നും കഴിയില്ല, ബുദ്ധി അവരുടെ വളർച്ചയെ അത് ബാധിക്കും, അങ്ങനെയുള്ള രീതിയിൽ. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഗിഡിനെസ് തന്നെയാണ്. പലരും എന്താണ് BP കുറയുന്നതെന്നും പറഞ്ഞാണ് പോയി നോക്കുന്നത്. തലകറക്കം വന്ന ഉടനെ എൻ്റെ BP കുറഞ്ഞിട്ടെന്നാണ് പലരും ആലോചിക്കുന്നത്, അല്ലെങ്കിൽ BP കൂടിയിട്ടെന്നാണ് പലരും ആലോചിക്കുന്നത്. പക്ഷേ അതിലെ ഒരു നല്ല വിഭാഗത്തിൻ്റെയും പ്രശ്നം രക്തക്കുറവാണ്. ഹീമോഗ്ലോബിൻ നോക്കുമ്പോഴായിരിക്കും അതിൻ്റെ അളവ് വളരെ കുറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ, ഇപ്പം ഡോക്ടർ പറഞ്ഞതിൽ നിന്നൊരു സംശയം ചോദിക്കുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സാധാരണ എല്ലാവരും ഒരു തലകറക്കം വരുമ്പോൾ BP ആണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഈ ബ്ലഡ് പ്രഷറും അല്ലെങ്കിൽ ഈ ബ്ലഡ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഘടകങ്ങളും അനീമിയയുമായിട്ട്, കാരണം ഇതെല്ലാം രക്തവുമായിട്ട് ചേർന്ന കാര്യങ്ങളാണല്ലോ, ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളോ? BP കുറയാം. അനീമിയ ഉള്ള ആൾക്കാർക്ക് രക്തം കുറയുമ്പം BP കുറയാം. പക്ഷേ തിരിച്ച് ഒരു ഇതില്ല. BP യുമായിട്ടല്ല ഇതിന് ബന്ധം, ഇതിൽ നിന്ന് അങ്ങോട്ടാണ് ബന്ധമുള്ളത്. അനീമിയ ശരിക്കും പറഞ്ഞാൽ നമുക്ക് രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്താത്തതുകൊണ്ട്, ഇപ്പോൾ ബ്രെയിനിലോട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഉറങ്ങിയിരിക്കുന്നത്. ഫറ്റീഗ്നെസ് എന്ന് പറഞ്ഞാൽ മറ്റ് അവയവങ്ങൾക്കെല്ലാം പ്രവർത്തിക്കാനുള്ള ക്ഷമത കാണില്ല. ഇപ്പോൾ അനീമിയ ഒരു ലോങ് സ്റ്റാൻഡിങ് അനീമിയ ആണെങ്കിൽ അത് ഹാർട്ടിനെ ബാധിക്കാം. ഹാർട്ടിന് ഫെയിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. രക്തം ഒരുപാട് ഡൈല്യൂട്ടായി കഴിയുമ്പോൾ ഒരുപാട് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും, ബോഡി മെക്കാനിസം എന്ന് പറയുന്നത് തന്നെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അത് ബോഡി തന്നെ കറക്റ്റ് ചെയ്യാനുള്ള അശ്രാന്ത പരിശ്രമം നടത്തും ആദ്യം. അപ്പോൾ അത് കഴിയുമ്പോഴാണ് പിന്നെ ഓരോ ഓർഗനായിട്ട്, ഇപ്പോൾ ഹാർട്ടിൽ തന്നെ നമുക്കിപ്പോൾ ഓക്സിജൻ കുറയാണെങ്കിൽ ഹാർട്ട് വളരെ എന്താണ് ഫലവത്തായിട്ട് പമ്പ് ചെയ്ത് എങ്ങനെയെങ്കിലും ഓക്സിജൻ എല്ലാ സ്ഥലത്തും എത്തിക്കാനുള്ള ശ്രമം നടത്തും. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഹാർട്ട് ഫെയിൽ ചെയ്യും. അപ്പോൾ ഇത് ആണ് അതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഓവർ സ്ട്രെയിൻ ചെയ്ത് അതെ, അത് നമ്മുടെ ബോഡിയുടെ ഒരു പ്രത്യേകതയാണ്. എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ബോഡി ആദ്യം നല്ലോണം ശ്രമിക്കും. അത് പറ്റിയില്ലെങ്കിൽ മാത്രമാണ് നമുക്കത് സിംറ്റമായിട്ട് പുറത്തു വരുന്നത്, അല്ലെങ്കിൽ സയൻസായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡോക്ടർ, ഈ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞ പോലെ എല്ലാ ഘട്ടത്തിലുള്ള മനുഷ്യരെയും ബാധിക്കാവുന്ന ഒരു പ്രശ്നമാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളൊരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ലൈഫ് സ്റ്റേജസ് വെച്ച് തന്നെ അത് നമുക്ക് പറഞ്ഞു പോകാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളിൽ നമുക്ക് ഈ വിളർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പം നമ്മളൊരു ബ്ലഡ് ടെസ്റ്റിലേക്ക് പോകാതെ സാധാരണ മനുഷ്യർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിളർച്ച കൊണ്ടാണോ എന്ന് തോന്നാവുന്ന തരത്തിൽ മനസ്സിലാക്കാൻ എങ്ങനെയാണത് മനസ്സിലാക്കാൻ സാധിക്കും? കൊച്ചു കുട്ടികളെ നമുക്കറിയാമല്ലോ, ഒരു എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ഒരാൾ, ആ ഒരു ആക്ടിവിറ്റി കുറഞ്ഞിരിക്കും. ഫറ്റീഗ്നെസ്, ആഹാരം കഴിക്കാനൊരു മടി, എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുക, ഒന്നിനും ഒരു ഉത്സാഹമില്ലാതിരിക്കുക, ഇതിലൂടെയൊക്കെയാണ് നമ്മൾ കൊച്ചു കുട്ടികളിൽ കണ്ട് അനീമിയ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അഡോളസൻ്റ് ഏജ്, അത് കുറച്ചുകൂടെ വളർന്ന് അത് അഡോളസൻ്റ് ഏജിലെത്തുമ്പോഴും ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പോൾ പെൺകുട്ടികളാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ അനീമിയ എന്ന് പറയുന്നത് ആണുങ്ങൾക്കും വരും പെണ്ണുങ്ങൾക്കും വരും, എല്ലാവർക്കും വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്ത്രീകളിലും കുട്ടികളിലുമാണ് ഏറ്റവും കൂടുതൽ അനീമിയ കാണുന്നത്. ഡോക്ടർ, ഞാൻ അതിലേക്ക് ഒന്ന് വരാം. ഒരു കോളർ നമുക്ക് വെയിറ്റിംഗ് ആണ്. ഹലോ, കോളർ ഡ്രോപ്പായി പോയി എന്ന് തോന്നുന്നു. ഹലോ, കോളർ ഡ്രോപ്പായി പോയി. ഡോക്ടർ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഡോക്ടർ പറഞ്ഞു സ്ത്രീകളിലും കുട്ടികളിലുമാണ് വളരെ പക്ഷേ ആണുങ്ങളിലും ഉണ്ട്, ധാരാളം ഉണ്ട്, അനീമിയ ഉള്ളവരുണ്ട്. പക്ഷെ ആണുങ്ങളിൽ മിക്കപ്പോഴും നമ്മൾ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ നോക്കിയാൽ നമ്മൾ ന്യൂട്രീഷണൽ അനീമിയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. നമ്മുടെ പോഷകാഹാരക്കുറവ് കൊണ്ടുണ്ടാകുന്ന അനീമിയ. അതിൽ തന്നെ കോമൺ എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസി, അയണിൻ്റെ അളവ് കുറവ്. പോഷകാഹാരങ്ങളിൽ വൈറ്റമിൻ B12 ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്, എല്ലാ ന്യൂട്രിയൻസും വേണം നമുക്ക് ഈ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറയുമ്പം
അയൺ മാത്രമല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ കാണുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയാണ്. അപ്പം അതിനാണ് നമ്മളെപ്പോഴും ഒരു സ്ട്രെസ്സ് കൊടുക്കുന്നത്. അയൺ ഡെഫിഷ്യൻസി അനീമിയാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ആണുങ്ങളിലാണെങ്കിൽ എപ്പോഴും അനീമിയ കാണുമ്പോൾ നമ്മൾ കൂടുതൽ ഒരു പത്തോളജി, എന്തോ ഒരു അസുഖം, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്യാൻസറുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ ആദ്യം പ്രസൻറ്റ് ചെയ്യുന്നത് രക്തം വളരെ കുറഞ്ഞിട്ടായിരിക്കും. പ്രത്യേകിച്ചും ഈ അന്നനാളത്തിൽ വയറിലൊക്കെ ഉള്ള ക്യാൻസർ അതെല്ലാം വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ മെയിൽസിൽ പിന്നെ കാണുന്നത് ഈ പൈൽസ് പോലുള്ള അസുഖങ്ങൾ. അത് നമ്മൾ ചെറിയ ചെറിയ ബ്ലഡ് ലോസ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അങ്ങനെ വരുമ്പോഴും ആണുങ്ങളിലും അവരുടെ അനീമിയ എന്ന് പറയുന്ന സ്ത്രീകൾക്ക് മാത്രമേ വരുള്ളൂ അല്ലെങ്കിൽ കുട്ടികൾക്കേ വരുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കേണ്ട. മെയിൽസിലും നമ്മൾ ഒരുപാട് അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എപ്പോഴും ഒരു അസുഖമായിട്ട് ഈ ന്യൂട്രീഷണലിനേക്കാൾ കൂടുതൽ മെയിൽസിൽ കാണുന്നത് അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനീമിയയാണ്. അപ്പോൾ ഈ കുട്ടികളിലും സ്ത്രീകളിലുമൊക്കെ ഈ ന്യൂട്രീഷണൽ അനീമിയയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. ഇത് മെയിൻലി ഞാൻ പറഞ്ഞ പോലെ അയൺ ഡെഫിഷ്യൻസി. ഡോക്ടർ, ഈ കുട്ടികളിൽ എത്രയാണ് നോർമലി വേണ്ട ഒരു HB കൗണ്ട് എന്ന് പറയുന്നത്? HB കൗണ്ട് ശരിക്കും പറഞ്ഞാൽ ജനന സമയത്ത് അവരുടെ HB വളരെ കൂടിയിരിക്കും, പിന്നെ അത് നമ്മുടെ നോർമൽ ലെവലിലാവും. കുട്ടികൾക്ക് ശരിക്കും ഒരു 12-13 വേണം, അത്രയൊക്കെ കാണും, എല്ലാ കുട്ടികളിലും കാണും. പിന്നെ കുട്ടികളിൽ പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്കൂൾ ഏജ്, സ്കൂളിലൊക്കെ സ്കൂൾ ഹെൽത്തിലൊക്കെ അതിനുള്ള നല്ല പ്രോഗ്രാംസ് തന്നെയുണ്ട്. അതിനകത്തൊരു നമുക്ക് ഈ ഹീമോഗ്ലോബിൻ കുറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ന്യൂട്രീഷണൽ അനീമിയ നമ്മുടെ ബോഡിയിൽ. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, വീണ്ടും ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഡോക്ടർ കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ ഒന്ന് സിന്തസിസ്, അത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ബോഡിക്ക് ആവശ്യമായ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ബ്ലഡ് ലോസ്, നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ അറിയാതെ ഏതെങ്കിലും രീതിയിൽ ബ്ലഡ് ലോസ് വരുമ്പോൾ ഉണ്ടാവും. പിന്നെ ഈ ഞാനൊന്ന് ഇടപെടുന്നു, കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ ഹലോ, വീണ്ടും ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ് ഡോക്ടർ. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ് തോന്നുന്നു. കണ്ടിന്യൂ ചെയ്യാം ഡോക്ടർ. അപ്പോൾ നമ്മൾ പിന്നുള്ളത് നമ്മളെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന ബ്ലഡിനെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടത് നശിച്ചു പോകുന്ന അവസ്ഥ. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. കുട്ടികളിൽ നമ്മൾ കൂടുതൽ കാണുന്നത് അവർക്കും അസുഖങ്ങൾ വരാം, അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള അനീമിയ വരാം. അതിലും കൂടുതൽ നമ്മൾ ഇപ്പോഴും കോമണായിട്ട് കാണുന്ന ഒന്നാണ് വോംസ്. നമ്മൾ ഈ ഡീവോമിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ ഹെൽത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ശരിക്കും 6 months കൂടുമ്പോഴെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വരയ്ക്കുള്ള മരുന്ന്. ഈ വേം ഇൻഫെസ്റ്റേഷൻ വരുമ്പോൾ നമ്മളറിയാതെ തന്നെ ബ്ലഡെല്ലാം കുറഞ്ഞ് വരും. അപ്പോൾ അത് കുട്ടികളിൽ അതൊരു വലിയ, അത് പെട്ടെന്ന് കറക്റ്റബിളുമാണ്. ഓക്കെ ഡോക്ടർ, ഞാൻ കോളർ വെയിറ്റിംഗ് ആണ്. ഡോക്ടർ ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഹലോ ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? എവിടുന്ന് വിളിക്കുന്നു? ഓക്കെ അമൃത, നമ്മുടെ ഇന്നത്തെ വിഷയം സ്ത്രീകളിലെ അനീമിയാണ്. ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ ലീലാമണി ഉണ്ട്, ഞാൻ ആ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആണ്. സംസാരിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാനൊരു ഡാൻസറാണ്. ഇപ്പം എനിക്ക് 28 വയസ്സുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു ഡാൻസ് സ്കൂളൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് കുറച്ച് നാളായിട്ട്, അതായത് എൻ്റെ ഡെലിവറി കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ഡാൻസ് ചെയ്യുന്ന ഒരാളാണ്, സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ എൻ്റെ ഡെലിവറി കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് HB കൗണ്ടൊക്കെ കുറയുന്നുണ്ട്. അതായത് 12, 11, 10 ആ ഒരു റേഞ്ചിലും. ഫുഡിങ് ഒക്കെ കറക്റ്റാണ്, വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, ഇത് കൂടാൻ വേണ്ടിയിട്ട് മെഡിസിൻ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ഡാൻസ് ചെയ്യുമ്പോഴോ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യുമ്പോഴോ ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ടയേർഡായി പോകുന്നുണ്ട്. ആ സമയം ചെക്ക് ചെയ്യുമ്പം എനിക്കെപ്പോഴും ഈ HB കൗണ്ട് 12 ആ റേഞ്ചിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആഹാരമൊക്കെ വീണ്ടും കൺട്രോളൊക്കെ ചെയ്യുന്നുണ്ട്, എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ആ പഴയ ഒരു എനർജി എനിക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എത്ര കുട്ടികളുണ്ട്? എനിക്ക് ഒരാളേ ഉള്ളൂ. എത്ര വയസ്സ്? ആൾക്ക് ഇപ്പോൾ 2.5 വയസ്സായി. അതെ. അപ്പം നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കൊരു അനീമിയ ഉണ്ടെന്ന് തോന്നുന്നില്ല. HB 12 ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു അനീമിയ അല്ല. വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കണം. തൈറോയിഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കി? തൈറോയിഡ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി ടൈമിൽ തൈറോയിഡ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ചെക്ക് ചെയ്തപ്പോൾ തൈറോയിഡ് നോർമലാണ് കാണിച്ചിരുന്നത്. എത്ര വട്ടം ചെക്ക് ചെയ്തു? തൈറോയിഡോ മെഡിസിനാണ്
അങ്ങനെ എന്തോ ആണ് എടുത്തത്. 25 ആയിരിക്കും. അല്ല, അപ്പോൾ അത് ഇപ്പോൾ അത് എത്ര പ്രാവശ്യം ചെക്ക് ചെയ്തു? ഡെലിവറി കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തോ? ഡെലിവറി കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തോ? ആ, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു ഇവര് റിവ്യൂ, എനിക്ക് സി സെക്ഷൻ ആയിരുന്നു, അപ്പം റിവ്യൂവിന് പോയ സമയത്ത് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തായിരുന്നു. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഒരു പ്രാവശ്യം കൂടി ചെക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ തൈറോയ്ഡ് എന്തായാലും ഒന്നും കൂടെ നോക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ HB12 ഉണ്ടെങ്കിൽ അതൊരു അനീമിയ കൊണ്ടുള്ള ഒരു ക്ഷീണമാവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഉള്ളത് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരാം നമുക്ക് ഡെലിവറിയൊക്കെ കഴിയുമ്പോൾ. അതിനാണെങ്കിലും നമുക്കിതുപോലെ ക്ഷീണം വരാം. കാൽഷ്യത്തിൻ്റെ എന്തെങ്കിലും മരുന്നുകളോ അത് കാൽസ്യം കൂടുതലുള്ള ഫുഡോ ഒക്കെ കഴിക്കുക. ഇപ്പം ഈ സ്ട്രെയിൻ ചിലപ്പോൾ നിങ്ങൾ കുഞ്ഞിൻ്റെ പുറകെയൊക്കെ ഒരുപാട് ഓട്ടം ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ക്ഷീണം ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിപ്പോൾ HB നിങ്ങൾക്ക് 12 മതി തന്നെയാണ്, കുറവല്ല. ഓക്കെ അമൃത, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു ഡോക്ടർ. നമ്മളിങ്ങനെ പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാവും, കുട്ടികളിലെ കാര്യങ്ങളായിരുന്നു കണ്ടിന്യൂ ചെയ്യാം. കുട്ടികളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ഈ ഡീവേമിങ് ആണ്. പിന്നെ കുട്ടികൾ ചില സ്പെഷ്യൽ ഫുഡ് മാത്രം കഴിക്കുന്നവരുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള സാധനം മാത്രം, അതെ, അങ്ങനത്തെ ഒക്കെ ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്ത് അയൺ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. അയൺ കണ്ടൻറ്റ് കുറഞ്ഞിട്ട് അതുകൊണ്ട് അനീമിയ വരുന്ന കുട്ടികളുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. ബ്രസ്റ്റ് ഫീഡിങ് ഉള്ള കുട്ടികൾക്ക് ശരിക്കും അനീമിയ വരാനുള്ള സാധ്യത കുറവാണ്, ബ്രസ്റ്റ് ഫീഡിങ് നല്ലതായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക്. പിന്നെ ഫുഡിൽ ഈ പറഞ്ഞ പോലെ അയൺ കൂടുതലുള്ള സാധനങ്ങൾ കഴിക്കാനായിട്ട് കുഞ്ഞിലേ തന്നെ കുട്ടികളെ ശീലിപ്പിക്കണം എന്നുള്ളതാണ്. ശരിക്കും ഇലക്കറികളും അയൺ കൂടുതൽ തരുന്നുണ്ട്. ശരിക്കും പണ്ടെല്ലാം കൊച്ചു കുട്ടികൾക്കെല്ലാം നാട്ടിൻപുറങ്ങളിലെല്ലാം കൊടുത്തുകൊണ്ടിരുന്ന റാഗിയിലൊക്കെ നല്ല അയൺ കണ്ടൻറ്റാണ്. പിന്നെ നമ്മൾ ഈ അയൺ കണ്ടൻറ്റുള്ള സാധനം കഴിച്ചാൽ മാത്രം പോരാ, അത് നമ്മുടെ ബോഡിയിലോട്ട് കയറണം, ആഗിരണം ചെയ്യണം. അതിനും ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അയണ് ശരിക്കും പറഞ്ഞാൽ വേറെ ചില സാധനങ്ങളുമായിട്ടൊക്കെ മിക്സ് ചെയ്തൊക്കെ പോയാൽ, ഇപ്പോൾ കാൽഷ്യം കൂടുതലുള്ള നമ്മുടെ ഡയറ്റുമായിട്ടാണ് നമ്മൾ അയൺ കഴിക്കുന്നതെങ്കിൽ ഈ അയൺ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യാതെ എല്ലാം മോഷനിൽ എക്സ്ക്രീറ്റ് ചെയ്ത് അങ്ങ് പോകും, നമ്മളെ മലത്തിൽ കൂടെ അതങ്ങ് പുറത്തു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അയൺ ആഗിരണം ചെയ്യുന്നത്, അതാണ് നമ്മൾ ഈ ഗർഭകാലത്തെ ഒരു പ്രത്യേകത, അതാണ് ആഗിരണശേഷി വളരെ കുറവാണ്. നമ്മൾ ആവശ്യത്തിനായതുകൊണ്ടാണ് നമ്മൾ അഡീഷണലായിട്ട് ടാബ്ലറ്റ് കൊടുക്കുന്നത്. ഫുഡിൽ കൂടെയൊക്കെ പലരും പറയും ഞാൻ നല്ല ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, ഫുഡിൽ കൂടെ എനിക്ക് കിട്ടില്ലേ എന്നൊക്കെ. അത് പോരാ. അപ്പോൾ നമ്മൾ അഡീഷണലായിട്ടുള്ള അയൺ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ കൊച്ചുകുട്ടികളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആക്ടിവിറ്റിയിലൊരു കുറവ് വന്നാൽ, നമുക്കറിയാം ഓരോ ഏജിലൊരു കുട്ടി എത്ര ആക്റ്റീവായി, മെയിൻലി അവരത് അങ്ങനെയാണ് കാണിക്കുന്നത്. പിന്നെ കൊച്ചുകുട്ടികളായാൽ അവർക്കും ചില അസുഖങ്ങൾ മൂലം രക്തക്കുറവുണ്ടാകും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ കുടലിൽ നിന്ന് എങ്ങനെയെങ്കിലും ബ്ലഡ് നഷ്ടപ്പെടുന്ന എന്തെങ്കിലും അസുഖങ്ങൾ കുടലിനുണ്ടെങ്കിൽ, പിന്നെ സ്ഥിരമായിട്ട് ക്രോണിക്കായിട്ടുള്ള അസുഖങ്ങൾ, ഈ ടി ബി പോലുള്ള അസുഖങ്ങൾ, അതിനൊക്കെ ഭയങ്കര ഹിമോഗ്ലോബിൻ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഹിമോഗ്ലോബിൻ കുറയുന്നെങ്കിൽ അത് എന്തുകൊണ്ട് എന്നും കൂടെ നമ്മൾ അതിൻ്റെ കാര്യം കൂടെ കണ്ടുപിടിച്ച് അത് ചികിത്സിക്കും. ഓക്കെ ഡോക്ടർ, ഈ അഡോളസൻസിലേക്ക് കടക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ അനീമിയയുമായിട്ട് വളരെയധികം അല്ലെ കുറച്ചുകൂടി നമ്മൾ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? 10 മുതൽ 19 വയസ്സ് വരെയാണ് നമ്മൾ അഡോളസൻ്റ് എന്ന് പറയുന്നത്. ഒരു അതെ 19 വയസ്സ്. അപ്പം നമ്മൾ ഈ ഏജിൽ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഒരു ഗ്രോത്ത് സ്പേർട്ടുണ്ട്. ഗ്രോത്ത് പെട്ടെന്ന് വളരും, പെട്ടെന്ന് പൊക്കം വയ്ക്കുക, വണ്ണം വയ്ക്കുക, അതിൽ കൂടെ അവർ മെച്യൂരിറ്റി എത്തുന്ന സമയം. ഇപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിൽ ഈ മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, മെനാർക്കി ആണ് അതിനെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു സൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റുന്ന ആർത്തവം അല്ലെങ്കിൽ മാസമുറ, ഇതൊരു കണ്ടിന്യൂസ് ബ്ലഡ് ലോസ് ഉണ്ടാക്കുന്ന, എല്ലാ മാസവും ഇങ്ങനെ ബ്ലഡ് ലോസ് ഉണ്ടാക്കുന്നത് ലോസ് കൊണ്ടുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ന്യൂട്രീഷൻ കൂടെ കറക്റ്റായില്ലെങ്കിൽ 2 ഫാക്ടറായി, അനീമിയ ഉണ്ടാവാനുള്ള ബ്ലഡ് ലോസും ഉണ്ട്, നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ട് ആവശ്യത്തിന് ഇത് രക്തം ഉണ്ടാകുന്നുമില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രായത്തിൽ നമുക്കൊരു അനീമിയ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ വളർച്ചയെ ബാധിക്കും, അവരുടെ സൗന്ദര്യത്തെ ബാധിക്കും, അവരുടെ എഡ്യൂക്കേഷനെ ബാധിക്കും. ഇപ്പോൾ എല്ലാ രീതിയിലും വളരെ ദോഷമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഈ സമയത്ത് അനീമിയ വരാതെ നോക്കണമെന്നുള്ളതാണ്.
ഈ മെൻസ്ട്രുവേഷനെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും പേരൻസും അത്ര അവെയർ അല്ല എന്ന് നമുക്ക് തോന്നും. പല കുട്ടികൾക്ക് ഈ മെൻസ്ട്രുവേഷൻ തുടങ്ങുന്ന സമയത്ത് മാസമുറ എന്ന് പറയുന്ന മാസത്തിലൊരു പ്രാവശ്യം, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം മാസമുറ വരുന്ന കുട്ടികളുണ്ട്. പിന്നെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന, ഇപ്പം ശരിക്കും പറഞ്ഞാൽ 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ബ്ലീഡിങ് മാറേണ്ടതാണ്. അത് മാറാതെ ഇങ്ങനെ തുടരെ 10 ദിവസം 15 ദിവസം വരെ നിൽക്കും. പിന്നെയും ഒരു 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും ബ്ലീഡിങ് വരുന്നു. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ബ്ലീഡിങ് വരുമ്പോൾ അത്രയും ബ്ലഡ് ലോസ് ഉണ്ടാകുന്നു. ബ്ലഡ് ലോസ് ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അനീമിയ വരുന്നു. അനീമിയ വരുന്നത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ്. ആ ഏജിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മാനസിക പ്രശ്നങ്ങൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. മാനസികമായിട്ട് ഇതെന്നും എനിക്ക് ബ്ലീഡിങ്, ഒന്നിനും വയ്യ, എപ്പോഴും ഒരു ഉറങ്ങാൻ തോന്നുന്നു, ഇങ്ങനെയെല്ലാം പറഞ്ഞു വരുന്ന ധാരാളം കുട്ടികളുണ്ട്. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ് അഡോളസൻ്റ് ഏജിൽ. പ്രത്യേകിച്ചും ഗേൾസിൽ ഈ മെനാർക്കിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. അത് കറക്റ്റായിട്ടാണോ വരുന്നത്, അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ, ആ സമയത്ത് നമ്മൾ അഡീഷണലായിട്ട് അയണൊക്കെ ചേർന്ന ഫുഡൊക്കെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ എല്ലാ കാര്യങ്ങളിലും അവർക്ക് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത. പിന്നെ നല്ല പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ അവർക്കൊന്നും അത് ഗ്രാസ്പ് ചെയ്യാൻ വയ്യാതെ ഒരു അറ്റൻഷൻ എല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ പോകുന്ന കുട്ടികൾ. ചില കുട്ടികൾക്ക് ഈ ഒരു പ്രായമാകുമ്പോൾ പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം പലരും പറയാറുണ്ട്. പക്ഷെ അതിന്റെ അണ്ടർലൈൻ അതെ, പലപ്പോഴും ഇതിൻ്റെ കൂടെ ചിലപ്പോൾ തൈറോയ്ഡ് ഡെഫിഷ്യൻസി വരും. അപ്പോൾ അത് നമ്മൾ ഇട്ടില്ല. അപ്പോൾ തൈറോയ്ഡ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് തന്നെ അനീമിയ ട്രിഗർ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആ ഏജിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നമെന്ന് പറയുന്നത് ആ അഡോളസൻ്റാണ് അങ്ങോട്ട് പോയി പിന്നെ കല്യാണം കഴിച്ചൊരു അമ്മയാണ്. അപ്പോൾ ആരോഗ്യമുള്ള അമ്മയുടെ അടിത്തറ എന്ന് പറയുന്നത് ഉണ്ടാകുന്ന ഈ അഡോളസൻ്റ് ഏജിലാണ്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അയണൊക്കെ കൊടുത്ത് കറക്റ്റ് ചെയ്ത് അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത്. ഡോക്ടർ, ഈ നമ്മൾ സാധാരണ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഷുഗറും അല്ലെങ്കിൽ പ്രഷറും ഒക്കെ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ബ്ലഡിൻ്റെ കാര്യത്തിലൊരു മോണിറ്ററിങ് അങ്ങനെ എവിടെയും പറഞ്ഞ് കേൾക്കുന്നില്ല. അതൊരു ആവശ്യമുള്ള ഘടകമാണോ അതോ? അതെ ഇപ്പം നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു നല്ലൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 15 to 49 years ആണ്. സ്ത്രീകൾ 15 to 49 yearsലുള്ള സ്ത്രീകളെ നോക്കണം എന്നുള്ളതാണ്. HB ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏജിൽ അത്ര അനീമിയ ഇൻസിഡൻസ് ഉണ്ടെന്ന് കണ്ടിട്ടാണ് അങ്ങനെ ഒരു പ്രോഗ്രാം വന്നിരിക്കുന്നത് കേട്ടോ. പ്രോഗ്രാം വന്നിരിക്കുന്നത് മാത്രമല്ല, അത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുകയും വേണം. ഇപ്പം അനീമിയ ഉണ്ടെങ്കിൽ ചുമ്മാ കണ്ടുപിടിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമ്മളത് കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ് ചെയ്യുകയും വേണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് പണ്ടുള്ള കാലങ്ങളിൽ ഈ പറഞ്ഞ പോലെ അവരവരുടെ പറമ്പിൽ തന്നെ ധാരാളം ഇലക്കറികളും ഇതെല്ലാം കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ഒരുപാട് മാറി എന്നുള്ളതാണ്. ഇലക്കറികൾ കാണാനേ ഇല്ലാത്ത. അതെ, അഡോളസൻ്റ് കുട്ടികൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അവർ സെലക്ട് ചെയ്യുന്ന ഫുഡെന്ന് പറയുന്നത് മിക്കവാറും സെയിം ഫുഡാണ് അവർക്ക് എപ്പോഴും ഇഷ്ടം. പക്ഷേ ഈ ഇലക്കറികളൊക്കെ ഇല്ലയെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ശരിക്കും ഓണം എത്തുമ്പോൾ നമ്മൾ ഈ ചാനലിലൊക്കെ കാണുമ്പോഴാണ് എന്തുമാത്രം കൃഷിയാണ് നമ്മൾ കേരളത്തിലത് ഗവൺമെൻറ് തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ആൾക്കാർ ചെയ്യുകയും. പക്ഷെ ഇതെല്ലാം കഴിക്കണമെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഈ എന്തെങ്കിലുമൊക്കെ മെൻസ്ട്രൽ പ്രോബ്ലമായിട്ടൊക്കെ വരുന്ന കുട്ടികളോട് നമ്മൾ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന പേരൻസ് പറയുന്നു, ഒന്നും തൊടില്ല മാഡം, പച്ചക്കറിയേ തൊടില്ല. അപ്പോൾ വീട്ടിലുണ്ടാക്കിയാൽ പോലും കഴിക്കാൻ കുട്ടികൾക്കതൊരു ഇഷ്ടമില്ല എന്നുള്ളതാണ്. ആ ഒരു സ്റ്റൈലാണ് ഇപ്പോഴത്തെ. അത് മിക്ക കുട്ടികളും അത് അഡോളസൻ്റ് ഏജിലുള്ളതാണ്. അപ്പോഴവരത് അങ്ങനെ ശീലിച്ചില്ലെങ്കിൽ പിന്നെ അവർ വലുതാകുമ്പോഴും അവർ അങ്ങനെ തന്നെ പൊക്കൊണ്ടിരിക്കും. അതൊരു എസെൻഷ്യൽ ഡയറ്റിന്റെ ഭാഗമായിട്ട് പോലും അവർ കരുതില്ല. ഇത് മാത്രമല്ല, നമ്മൾ ഇതെല്ലാം കൂടെ കഴിച്ചാൽ അബ്സോർപ്ഷനും കറക്റ്റായിട്ട് നടക്കുള്ളൂ. നമ്മളിപ്പോൾ ഫുഡിലൊക്കെ അയണുണ്ട്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മീറ്റിൽ അയണുണ്ട്, അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മളിത് എല്ലാം കൂടെ കഴിച്ചാലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കുള്ളൂ. ഫൈബർ വേണം അതിനകത്ത്,
ശരിക്കും പറഞ്ഞാൽ അയൺ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ സിട്രസ് ആയിട്ടുള്ള പുളിയുള്ള സാധനങ്ങൾ കഴിച്ചാൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുമെന്നാണ്. അപ്പോൾ അതെല്ലാം നോക്കി നമ്മളിപ്പോൾ അതിൽ ഏറ്റവും നല്ലതായിട്ട് പറയാം നമ്മുടെ ഗൂസ്ബെറി നെല്ലിക്കയില്ലേ, അത് വളരെ അതിനകത്തും ഉണ്ടായൺ, അത് അയൺ അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. പക്ഷെ പിള്ളേരോടൊന്നും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പണ്ടെല്ലാം സ്കൂൾ കുട്ടികൾ ചുമ്മാ തിന്നുകൊണ്ട് നടക്കുന്ന സാധനം ഇതൊക്കെ, പക്ഷെ ഇന്ന് അതൊന്നും അല്ല കഴിക്കുന്നത്. അപ്പോൾ ആഹാരത്തിൽ ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ഒരു കോളർ കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഡോക്ടർ. ഹലോ, ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? വിജയലക്ഷ്മി എന്നാണ് പേര്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്ത്രീകളിലെ വിളർച്ച അഥവാ അനീമിയാണ്. ഡോക്ടർ ലീലാമണിയുണ്ട്, ഞാൻ ആ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആണ്. സംസാരിക്കാം. നമസ്കാരം മേഡം, എന്റെ പേര് വിജയലക്ഷ്മി എന്നാണ്. ഞാൻ കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. അപ്പം എനിക്കിപ്പോ 1.5 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അപ്പം പ്രീടേം ആയിട്ടാണ് കുഞ്ഞ് ജനിച്ചത്. പക്ഷെ കുഞ്ഞിന് കമ്പാരിറ്റീവ്ലി ഭയങ്കര വെയിറ്റ് കുറവാണ്. അതായത് ജനിച്ച സമയത്ത് 1,900 മാത്രമേ കുട്ടിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവന് മറ്റേ NICUലൊക്കെ കുറച്ച് ദിവസം വെക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തിരിച്ചു തരുന്നത്. പക്ഷെ കുട്ടിയുടെ വെയിറ്റ് 1.5 വയസ്സായിട്ടും ഇപ്പം 7.5 കിലോയേ ഉള്ളൂ. ആൺകുട്ടിയാണ്. ഇപ്പം ആഹാരം കഴിക്കുന്നത് ഭയങ്കര കുറവാണ്. അങ്ങനെ എല്ലാ ആഹാരവും എല്ലാം നല്ല ഭയങ്കര കുറവാണ്. അപ്പൊ പാല് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഭക്ഷണം കഴിക്കല് ഭയങ്കര കുറവാണ്. അപ്പം ഈ വിശപ്പ് ഇല്ലാഞ്ഞോണ്ടാണ് ടേസ്റ്റ് ഇഷ്ടമില്ലാഞ്ഞോണ്ടാണ് എന്താണെന്നൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷെ ആക്റ്റീവ് ഒക്കെ തന്നെയാണ്. പക്ഷെ ആ അസുഖങ്ങൾ ഇങ്ങനെ വിട്ടുമാറാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആഹാരം ഉള്ളിലോട്ട് ചെല്ലാതിരിക്കുമ്പോ എന്തെങ്കിലും ഈ പറഞ്ഞ മാതിരി അനീമിക്കായിട്ടോ അങ്ങനെ എന്തെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടോ എന്താണെന്നൊന്നും. നമുക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോ ഒക്കെ അവര് ഈ മൾട്ടി വൈറ്റമിൻ, സിങ്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തരുന്നുണ്ടല്ലേ, കൊടുക്കാനാണ് പറയുന്നത്. പക്ഷെ ഇതിനൊരു ബെറ്റർ ആയിട്ട് ഈ മരുന്ന് കൊടുക്കുമ്പോ പോലും ആൾക്ക് വിശപ്പ് കൂടുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് വെയിറ്റ് ഗെയിൻ ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഇതിൻ്റെ ഇയാള് ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ബ്രസ്റ്റ് ഫീഡിങ് മാക്സിമം പറ്റുന്ന അത്രയും കണ്ടിന്യൂ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ജന്മനാ ബർത്ത് വെയിറ്റ് കുറഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് പിന്നെ ഒരു വെയിറ്റ് ഗെയിനൊരു ഡിലേ വരുന്നത് സാധാരണയായിട്ട് തന്നെ ഉള്ളതാണ് കേട്ടോ. അവർ പതുക്കെ തന്നെ പിക്കപ്പ് ചെയ്ത് വരുവുള്ളൂ. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നത് വേറൊരു കാര്യം. അപ്പോൾ അത് അസുഖം വരാതെ ഇപ്പോൾ വീട്ടിലൊരാളിന് പനിയൊക്കെ വന്നാൽ കുഞ്ഞിനെ കുറച്ചുകൂടെ അതിൻ്റെ അടുത്തൊന്നും പോവാതെയൊക്കെ നോക്കണം. അസുഖം വരാതെ കൂടുതൽ ശ്രദ്ധിക്കുക. ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ എന്തായാലും നിങ്ങൾ NICUലൊക്കെ ഇരുന്ന കുട്ടിയാണ്, ഇങ്ങനെ പ്രശ്നമുള്ളതാണെങ്കിൽ പീഡിയാട്രീഷ്യനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടല്ലോ. കാരണം ഇവൻ ഈ 1 മാസത്തിൽ തന്നെ 1-2 പ്രാവശ്യം അസുഖം വരുന്നുണ്ട്, ഫ്ലൂ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ കോൾഡിന്റെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്കുന്ന വെള്ളം. അത് പക്ഷെ യെല്ലോ ഇഷ്യൂ അല്ല, വെറും മറ്റേ നമ്മുടെ വെള്ളം പോലെയാണ്. വാട്ടർ കൺസിസ്റ്റൻസിയിൽ തന്നെ ഇങ്ങനെ അപ്പോൾ അത് വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ട് വരുന്നതാണ് അങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റി പ്രതിരോധശേഷി കുറവ് തന്നെയായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് നമ്മളിങ്ങനെ മറ്റേ അസുഖമുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ സമ്പർക്കം വരാതെ നോക്കുക. ഈ ഒരു കുട്ടിയേ ഉള്ളോ അതോ വേറെ കുട്ടികളുണ്ടോ? മൂത്ത കുട്ടി നഴ്സറിയിലും എല്ലാം സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ഇൻഫെക്ഷൻ കൊണ്ടുവരുന്നത് ആ കുട്ടിയായിരിക്കും. ഇപ്പോൾ പലപ്പോഴും മൂത്ത കുട്ടികളുള്ളപ്പോൾ ഉള്ളൊരു പ്രശ്നം അതാണ്. അവർക്ക് ചെറിയ ഇൻഫെക്ഷൻ വന്നാൽ അവർ ആരോഗ്യം ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്നങ്ങ് മാറിപ്പോവും. പക്ഷെ അത് ഈ പ്രതിരോധശേഷി കുറഞ്ഞ കുട്ടിക്ക് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരു ക്രമേണ തന്നെ മാറുള്ളൂ. പിന്നെ കുറച്ച് മെനക്കെട്ട് തന്നെ അതിന് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിപ്പിക്കണം നമ്മൾ. അഡീഷണലായിട്ട് ഈ മുലപ്പാൽ മാത്രം പോരാ, എന്തെങ്കിലും കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ കഴിക്കുന്ന എല്ലാം കൊടുക്കില്ലേ, മുട്ട അങ്ങനത്തെ സാധനങ്ങൾ, പാലെല്ലാം. പക്ഷേ ഈ കൊടുക്കുന്ന സമയത്ത് ഒരു 2 വാ കഴിച്ചിട്ട് തന്നെ ഉടനെ അപ്പോൾ അത് അത് ശരി. അത് തന്നെ. അപ്പോൾ കുറച്ചായിട്ട് പല വട്ടമായിട്ട് അതിനെ കഴിപ്പിക്കുക തന്നെ ഉള്ളൂ അതിന് മാർഗം കേട്ടോ. കുറച്ചുകൂടെ വെയിറ്റൊക്കെ വെച്ച് കഴിയുമ്പോൾ അത് ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു.
ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഡോക്ടർ, ഒരു ക്വസ്റ്റ്യൻ വാട്സാപ്പിൽ വന്നിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. കോട്ടയത്ത് നിന്നാണ് ദീപ. 6 മാസം പ്രഗ്നൻ്റ് ആണ്. അയൺ സപ്ലിമെൻറ്റ്സോ വൈറ്റമിൻസോ ഒക്കെ എടുക്കേണ്ടതുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും മികച്ച അബ്സോർപ്ഷന് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളതാണ് ഡോക്ടർ ക്വസ്റ്റ്യൻ. ഇതിപ്പം 6 മാസമായതാണെങ്കിൽ എന്തായാലും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇപ്പം ആരും ചെക്കപ്പ് ഇല്ലാത്ത ആൾക്കാരൊന്നും ഇല്ല തന്നെ ഇപ്പം. അപ്പോൾ ഈ അയണും കാൽഷ്യം നിർബന്ധമായിട്ടും കഴിക്കാൻ പറയുന്ന മരുന്ന് തന്നെയാണ്. നമ്മൾ ഗർഭത്തിൽ എല്ലാ സ്ത്രീകളോടും പറയുന്നത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഗർഭത്തിൽ നമുക്കൊന്ന് നമ്മുടെ രക്തം കൂടുതൽ നേർത്തതാവും. 2, കുഞ്ഞ് വളരുന്നതിനും അമ്മയുടെ ബോഡിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലാണ്. കൂടുതൽ അയണും കാൽഷ്യവും വേണ്ടുന്ന ഒരു സമയം. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആഗിരണശേഷി കുറഞ്ഞിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ഇത് 3ഉം കൊണ്ട് നമ്മൾ എത്ര ഫുഡിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കതൊരു സഫിഷ്യൻ്റായിട്ട് വരണമെന്നില്ല. അപ്പം നമുക്ക് വളർച്ച വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും, അമ്മയുടെ ആരോഗ്യത്തെ ബാധിക്കും, പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ്, പ്രസവം കഴിഞ്ഞുള്ള രക്തസ്രാവം, ഇതെല്ലാം വളരെ കൂടുതലായിട്ട് വരും. എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യം അമ്മയ്ക്ക് കാണില്ല. പിന്നെ അത് മുലപ്പാലിനെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഗർഭിണികൾക്ക് വളർച്ച വന്നാലുണ്ട്. അപ്പം നമ്മൾ അത് കാരണം നിർബന്ധമായിട്ടും അയണും കാൽഷ്യവും കഴിച്ചിരിക്കണം. അയണും കാൽഷ്യം 2 സമയങ്ങളിൽ കഴിക്കുന്നതാണ് നല്ലത്, ഒന്നിച്ച് കഴിക്കുന്നതിനേക്കാൾ. ഡോക്ടർ, ഈ സാധാരണ ഗർഭിണികൾക്ക് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കുന്നതാണല്ലോ, ഹോസ്പിറ്റലിൽ നിന്ന് കഴിക്കാൻ പറയുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു സമയക്രമീകരണം എങ്ങനെയായിരിക്കണം എന്ന് ഉള്ളതൊന്ന്. സമയക്രമീകരണം നമുക്ക് ഇഷ്ടത്തിന് കഴിക്കാവുന്നതാണ്. പിന്നെ ചിലർക്ക് രാത്രി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാസ്ട്രൈറ്റിസ് ആയിരിക്കും. അത് അവരുടെ ബോഡിയുടെ ഇതനുസരിച്ച് നമുക്ക് വ്യതിയാനം വരുത്താം. പിന്നെ അയണും കാൽഷ്യം 2 സമയത്ത് കഴിക്കുന്നത്. പക്ഷേ ഒരേ സമയത്ത് കഴിക്കരുത് എന്നുള്ളതാണ് നല്ലത്. കഴിച്ചു എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ കുറയും. അതാണ് അതിനകത്ത് വരുന്നത്. ഡോക്ടർ, ഒരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? എനിക്ക് സ്റ്റോക്ക് വന്നാണ് 2 വർഷമായി. പക്ഷെ ഇപ്പം നന്നായിട്ട് എണീറ്റ് നടക്കണമെന്നുണ്ടെങ്കിലും ബോഡി നല്ല നിൽക്കാനുള്ള ആരോഗ്യമില്ല. അപ്പൊ HB കുറവെന്നാണ് ഡോക്ടർ നോക്കിയപ്പം പറയുന്നത്. ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി എഴുതി തന്നത്. അപ്പൊ അത് ചെയ്താൽ മാറ്റം ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചു. എത്ര വയസ്സുള്ള ആളാണ്? എനിക്ക് ഇപ്പൊ 51 വയസ്സ്. മാസമുറയൊക്കെ നിന്നതാണോ? അത് യൂട്രസ് റിമൂവ് ചെയ്ത ആളാണ്. വേറെ പൈൽസ് പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? വേറെ ഒരു പ്രശ്നവുമില്ല. ഷുഗർ ഉണ്ടല്ലേ? ഷുഗർ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഡയറ്റ് കൺട്രോൾഡ് ആണോ? ആഹാരം അത് തന്നെ. ഭക്ഷണം കൺട്രോൾ ചെയ്യുമ്പം ഷുഗർ കൺട്രോൾ ചെയ്യുമ്പോൾ തീരെ അങ്ങ് ഒരുപാട് മറ്റ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഷുഗർ ഇല്ലാത്ത സാധനങ്ങൾ, പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ ഡോക്ടർ പറഞ്ഞപ്പോൾ ഹീമോഗ്ലോബിൻ എത്ര ഉണ്ടെന്നറിയാമോ? 8 കുറവായ ഇഞ്ചക്ഷൻ എടുക്കുന്നതായിരിക്കും. ഇഞ്ചക്ഷൻ എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അത് അയൺ ശരിയായി കിട്ടും നിങ്ങൾക്ക്. അത് കുറച്ച് അത് നിങ്ങൾക്ക് കുറച്ച് സ്ട്രോക്കിന്റെ പ്രശ്നം കാണും. അത് തന്നെ. അപ്പോൾ ഈ രക്തത്തിന്റെ കുറവ് കൊണ്ടുള്ള ബലക്കുറവാണെങ്കിൽ അത് ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോൾ ശരിയാവും. ശരിയാവും. ഇഞ്ചക്ഷൻ എടുക്കണം, ഡോക്ടർ പറഞ്ഞതല്ല. അതെല്ലാം എടുത്തോളൂ. ഇഞ്ചക്ഷൻ വേറൊന്നും അല്ല. ഈ നമ്മുടെ രക്തക്കുറവ് പരിഹരിക്കാനായിട്ട് നമ്മൾക്ക് ഗുളികകളുണ്ട്, ഇഞ്ചക്ഷനുണ്ട്, രക്തം അടയ്ക്കുന്ന പരിപാടിയുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ എത്ര നമുക്ക് രക്തക്കുറവുണ്ടെന്നനുസരിച്ചാണ്. ഇപ്പോൾ ചെറിയൊരു രക്തക്കുറവുള്ളെങ്കിൽ നമ്മൾ ടാബ്ലറ്റ് അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചാൽ മതി എന്ന് പറയും. പക്ഷേ ഇതിപ്പോൾ 8 വളരെ താഴെ ആയതുകൊണ്ടാണ് അത് പെട്ടെന്ന് ശരിയായി വരാനാണ് ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 10 ആവുന്നവരെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കുക. പിന്നെ നിങ്ങൾ ഗുളിക കഴിച്ചാലും മതിയാവും. ശരി. എന്താണ് 5 ദിവസത്തിൽ 5 ഇഞ്ചക്ഷൻ അല്ലേ? അങ്ങനെ ഓ, അങ്ങനെ എടുക്കാൻ. എന്തായാലും ഡോക്ടറല്ലേ എഴുതിയിരിക്കുന്നത്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് എടുത്തോളൂ. എന്റെ ഒരു
എപ്പോഴാണ് തോന്നുമ്പോ ചേച്ചി പിടിച്ച് വെപ്പിക്കാൻ നടക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അത് ക്രമേണ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, പിടിച്ചോണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ വീടിനകത്ത്. ശരി. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഇപ്പോൾ ഈ നമ്മുടെ പ്രീവിയസ് കോളർ ഈ അയൺ ഇഞ്ചക്ഷൻ എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ ഡോക്ടർ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് നമുക്ക് ഈ HBയുടെ ഡെഫിഷ്യൻസി എത്ര വരെ കുറഞ്ഞു പോകാം, എത്രയ്ക്ക് താഴേക്ക് പോകുമ്പോഴാണ് അത് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുന്നത്, അത് എന്തൊക്കെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതുകൂടെ? അതെ, നമ്മൾ ഹിമോഗ്ലോബിൻ നമ്മൾ ഒരു ഐഡിയലി നമ്മൾ പറയുന്ന മിനിമം ഒരു 10 വേണം. അതൊരു അഡൾട്ട്. അതെ, അഡൾട്ടിന് നമ്മൾ 10 കുറയുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കണം. 10 കുറയാൻ പാടില്ല. ഇപ്പം നമ്മൾ വിളിച്ച കോളർ പറഞ്ഞല്ലോ, അവർക്ക് 8 കുറവാണ്. അപ്പോൾ 8 വരെയൊക്കെ നമ്മൾ ടാബ്ലറ്റ് കഴിച്ച് നോക്കാൻ പറയും. പിന്നെ പലർക്ക് ഈ അയണിൻ്റെ ടോളറൻസ് എന്ന് പറഞ്ഞാൽ അയൺ ടാബ്ലറ്റ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ എപ്പോഴും ഛർദ്ദിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ രക്തം 8 ഉള്ളൂ, അയൺ തിന്നാൽ ഉടനെ അതെല്ലാം ഛർദ്ദിക്കുകയാണെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ തന്നെ എടുക്കാൻ പറയും. പിന്നെ ഒരു 6 താണു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ബ്ലഡ് അടയ്ക്കാൻ പറയും. ബ്ലഡ് തന്നെ ഉടനെ അടച്ച് കറക്റ്റ് ചെയ്ത് ഹിമോഗ്ലോബിൻ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇഞ്ചക്ഷനോ ടാബ്ലറ്റോ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അല്ല ഒരു എമർജൻസി, ഇപ്പോൾ പ്രസവ സമയം അടുത്ത് പോയി, അപ്പോൾ ഹിമോഗ്ലോബിൻ നോക്കിയപ്പോൾ 6 7 ഒക്കെ ഉള്ളെങ്കിൽ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്ലഡിനെ റീപ്ലേസ് ചെയ്യുന്നൊരു ഇതുണ്ട്. പിന്നെ ഇതിനകത്തെല്ലാം വേറൊരു കാര്യമുള്ളത്, നമ്മുടെ ബോഡിയിൽ എപ്പോഴും നമ്മൾ ഈ കിച്ചണിലൊക്കെ ഉള്ള പോലെ നമ്മുടെ ബോഡിയിലൊരു സ്റ്റോറുണ്ട്. ഈ ആദ്യം നമ്മുടെ ബോഡി ചെയ്യുന്നത് ഈ സ്റ്റോർ ചെയ്യുന്നിരിക്കുന്നതിനെല്ലാം എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റോർ അങ്ങ് എംറ്റിയാവും, സ്റ്റോറ് കാലിയായി കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ചെയ്ത് വരാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുമ്പോൾ ഈ സ്റ്റോറൊക്കെ പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടും എന്നുള്ളതാണ് ഇഞ്ചക്ഷൻ്റെ ഗുണമെന്ന് പറയുന്നത്. ഇഞ്ചക്ഷൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, എന്നാലും അത് നമുക്കത് പെട്ടെന്ന് ശരിയാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒരു ആളിൻ്റെ ആരോഗ്യത്തെ കൂടെ അവരെ അനീമിയ എത്ര ബാധിച്ചിട്ടുണ്ട് എന്നതും കൂടെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഡോക്ടർ, ഈ അയൺ ഡെഫിഷ്യൻസി മറ്റേതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക്, ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞപ്പോൾ ഇപ്പം ഈ ക്യാൻസർ പോലുള്ള ചിലതിൻ്റെ സിംറ്റംസ് ആവാം എന്ന് പറഞ്ഞു, മറ്റെന്തെങ്കിലും അസുഖങ്ങളിലേക്ക്, തീവ്രമായ അസുഖങ്ങളിലേക്ക് ഇത് കൊണ്ടെത്തിക്കും? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഹീമോഗ്ലോബിൻ കുറവായിരിക്കുന്നത്, നമ്മൾ അയൺ കുറയുന്നതിൻ്റെ കൂടെ നമ്മൾ ഫോളിക് ആസിഡ്, വൈറ്റമിൻ ബി ഇതെല്ലാം കുറഞ്ഞാലും വേറെ പലതരം അനീമിയുണ്ട്. അനീമിയ ഒരു തരമല്ല, അയൺ ഡെഫിഷ്യൻസി അനീമിയാണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്, നമ്മൾ എല്ലാം കണ്ടുവരുന്നതും അതാണ്. അതുകൊണ്ടാണ് നമ്മൾ അയൺ ഡെഫിഷ്യൻസിയെ പറ്റി പറയുന്നത്. ഇത് വേറെ അസുഖങ്ങളെന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഹാർട്ട് ഫെയിൽ ചെയ്ത് പോകാം, ഹാർട്ട് ഒരുപാട് പമ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഹാർട്ട് ഫെയിൽ ചെയ്യാം. അതുപോലെ നമ്മൾക്ക് ബ്രെയിനിലോട്ട് സർക്കുലേഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ബ്രെയിൻ ഹൈപ്പോക്സിയ വരാം, ബ്രെയിൻ ഹൈപ്പോക്സിയ വന്നിട്ട് ഓർമ്മക്കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബോഡിയിൽ നമ്മൾ എന്താണ് പറയുന്നത്, ജീവനാണ് രക്തം എന്ന് പറയുന്നത്, അങ്ങനെ പറയത്തില്ല. എനിക്കൊരു സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്ന ഒരു പ്രധാന ഘടകമാണ് രക്തം. അത് ജീവൻ ഓടുന്നതാണ്, നമ്മുടെ ഞരമ്പുകളിൽ കൂടെ ഓടുന്ന ജീവൻ തന്നെയാണ് രക്തം എന്ന് പറയുന്നത്. അതിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. ഓക്കെ ഡോക്ടർ, മറ്റൊരു ചോദ്യത്തിലേക്ക് കൂടെ ഞാൻ വരികയാണ്. ഇത് ട്രിവാൻഡ്രത്തു നിന്നാണ്, വഴുതക്കാട് നിന്നാണ് അയച്ചിരിക്കുന്നത്. പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയാണ്, രണ്ടിലേത് അവസ്ഥയിലുള്ള ഒരു ലേഡി ആണെങ്കിലും അനീമിയയുടെ റിസ്ക് എത്രത്തോളമാണ് കൂടുതലായി കാണുന്നത് ഈ 2 കാറ്റഗറിയിലുള്ളവർക്ക് എന്നുള്ളതാണ് ചോദ്യം. ശരിക്കും പ്രഗ്നൻസിയിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴും അനീമിയ വരാത്ത ധാരാളം സ്ത്രീകളുണ്ട്. റിസ്ക് എന്ന് പറയുന്ന അവർക്ക് കൂടുതൽ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്, അല്ലാതെ എല്ലാവർക്കും അനീമിയ വരണമെന്ന് നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ ഗർഭിണിയായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗർഭിണിയാകുമ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെ വോളിയം കൂടും, അളവ് കൂടും, അപ്പോഴേക്കും ബ്ലഡ് കൂടുതൽ നേർത്തതാവും. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അനീമിയ തന്നെ ആയിരിക്കും, അനീമിയ വരുന്നുണ്ട്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന കാരണം, ഡിമാൻഡ് കൂടുന്നത് കാരണം അപ്പോഴും നമുക്ക് അനീമിയ വരാം. എപ്പോഴും അനീമിയ വരാനുള്ള സാധ്യത കൂടുതലാണ്, പക്ഷെ അപകടകരമായ രീതിയിൽ അനീമിയ വരാൻ സാധാരണ ഒരു ഹെൽത്തി ലേഡിക്കില്ല. ഇപ്പോൾ ഞാൻ ഒരു ബോർഡർ ലൈൻ 10 ഹീമോഗ്ലോബിൻ വെച്ചുകൊണ്ട് പ്രഗ്നൻ്റ് ആകുന്ന ഒരാൾ മിക്കവാറും പ്രഗ്നൻസിയിൽ അങ്ങോട്ട് പോകുമ്പോഴേക്കും
അനീമിയ വരാൻ സാധ്യത. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് വന്നിരിക്കുന്നത്, പ്രീ കൺസെപ്ഷണൽ കെയർ. അതെ, എന്ന് പറഞ്ഞാൽ ഗർഭിണിയാകുന്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ പിന്നെ വരുന്നത് ഡെലിവറി, പ്രഗ്നൻസി, ഡെലിവറി, ബ്രസ്റ്റ് ഫീഡിങ്. ഈ 3 കാര്യങ്ങൾക്ക് അമ്മ നല്ല ആരോഗ്യമാണ് അല്ലെങ്കിൽ സ്ത്രീ നല്ല ആരോഗ്യവതിയായിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് പ്രീ കൺസെപ്ഷൻ. ഡോക്ടർ, ഈ ഫോളിക് ആസിഡ് പോലുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് അതും പ്രീ കൺസെപ്ഷണൽ കെയറിൽ വരുന്നതാണ്. ഇപ്പോൾ പ്രീ കൺസെപ്ഷണൽ കെയർ എന്ന് പറഞ്ഞൊരു പ്രത്യേക പദ്ധതി, ഒരു സമ്പൂർണ്ണ എന്ന് പറഞ്ഞൊരു പദ്ധതിയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആവുമ്പോൾ തന്നെ നല്ല ആരോഗ്യവതിയായിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു സ്ത്രീയെ പ്രഗ്നൻ്റ് ആയാൽ കുഞ്ഞിനെ മാത്രമല്ല ആ സമയത്തുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും മദറിനും കുറവായിരിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് ഒരു അനീമിയായിട്ടിരിക്കുന്ന ഒരു അമ്മയ്ക്ക് ആ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന മാത്രമല്ല കുഞ്ഞിനെ പരിചരിക്കാനും പറ്റില്ല, രാത്രി ഉറക്കം എണീക്കാൻ പറ്റില്ല. ഒരു കുറച്ച് കൂടുതൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ട്രെയിൻ മദറിൻ്റെ ഭാഗത്തുനിന്ന് വേണമല്ലോ കുഞ്ഞിനെ പരിചരിക്കണോ. അപ്പോൾ അതിനൊന്നുമുള്ള ഉത്സാഹം കാണൂല കുഞ്ഞിന്. അത് വരുമ്പോൾ എന്തോ ചെയ്യും, കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും അത് ബാധിക്കും. അപ്പോൾ റിസ്ക് ശരിക്കും ഗർഭത്തിൽ കൂടുതൽ തന്നെയാണ്. അത് നമ്മൾ നേരത്തെ നമ്മൾക്ക് അനീമിയ ആണെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നത്, ഇപ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ പ്രീ കൺസെപ്ഷണൽ കെയറിനകത്ത് ഇപ്പോൾ നിർബന്ധമായിട്ട് പറയുന്നത്, ഒന്ന് നമ്മുടെ ഒബീസിറ്റി മാനേജ്മെൻറ്റാണ്. ഭയങ്കര പൊണ്ണത്തടിയുള്ളവർ അത് കുറച്ചാലേ പ്രഗ്നൻസിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ പറയുന്ന ഒന്നാണ് ഈ വിളർച്ചാരോഗം. വിളർച്ചാരോഗം കറക്റ്റ് ചെയ്തിട്ട് തന്നെ ഗർഭിണിയാവാൻ തന്നെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഗർഭിണിയായി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ടെസ്റ്റുകളോ ട്രീറ്റ്മെൻറ്റോ എപ്പോഴും കൂടുതൽ റിസ്ക്കിയാണ്. ഇപ്പോൾ ഈ അനീമിയയുടെ റീസൺ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കോമൺ ആയിട്ട് വിചാരിക്കുന്നത് ന്യൂട്രീഷനല്ല, പക്ഷെ വേറെ പല കാര്യങ്ങളുണ്ട്. വേറെ നമ്മളെ ബോഡിയിലുള്ള വേറെ പലതരം പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഇത് പ്രൊഡക്ഷനിലുള്ളത് നമ്മുടെ ബോൺമാരോയിലാണ് ഈ സെൽസ് ഉണ്ടാകുന്നത്, അവിടെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ള കൂടുതൽ ടെസ്റ്റുകളൊക്കെ വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഗർഭിണിയാവും മുമ്പ് തന്നെയാണ്. അപ്പോൾ അത് പ്രീ കൺസെപ്ഷണൽ കെയർ ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഓക്കെ സൗമ്യ, ഇന്നത്തെ വിഷയം സ്ത്രീകളിലെ വിളർച്ച ആണ്. സംസാരിക്കാം ഡോക്ടറിനോട്. ഹലോ, പറയൂ. ഡോക്ടർ, ഞാൻ ഈ എനിക്ക് ഒരു ടീനേജ് ആയ കുട്ടിക്ക് അനീമിക് ആണോ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ടീനേജറെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നമുക്കിപ്പം അവരെ കാണുമ്പോൾ തന്നെ അവർ വിളറിയിരിക്കുന്ന ഒരവസ്ഥ, അതൊന്ന്. രണ്ടാമത് അവൾക്ക് ആ ടീനേജിലൊരു ഉത്സാഹം ഇല്ലാതിരിക്കുക. ഉത്സാഹം എന്ന് തന്നെ എപ്പോഴും ഒരു ക്ഷീണം, എപ്പോഴും നടുവേദന പറയും, ക്ഷീണം പറയും, എനിക്ക് നടക്കാൻ വയ്യ, കിതയ്ക്കുന്നു, ഇങ്ങനെയുള്ള കുറച്ച് നടക്കുമ്പോഴേ എനിക്ക് കിതയ്ക്കുന്നു. ഇതൊക്കെ അനീമിയയുടെ ലക്ഷണങ്ങളാണ്. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നുമ്പോൾ തന്നെ നമുക്ക് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ പല കുട്ടികളും വരുന്ന മുടി കൊഴിച്ചിലെന്ന് പറഞ്ഞിട്ടാണ്. ഇതെല്ലാം പ്രശ്നങ്ങളും അനീമിയ കൊണ്ടുണ്ടാവും. ഓക്കെ സൗമ്യ, ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ പല ജീവിതഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിൽ സ്ത്രീകളുടേതാണ് നമ്മൾ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ അഡോളസൻസിലേക്ക് കടക്കുന്ന സമയത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പ്രഗ്നൻസിയിലെ പറഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നു ഈ മെനോപോസിന് തൊട്ട് മുമ്പുള്ള ഒരു കാലഘട്ടം, പെരി മെനോപോസ്, അപ്പം അത് എത്രത്തോളം സംഘർഷഭരിതമാണ്, സങ്കീർണമാണ്, ഈ അനീമിയുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പെരി മെനോപോസ് എന്ന് പറയുന്ന സ്ത്രീകൾക്കൊക്കെ കുറച്ചൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന സമയമാണ്. അവരുടെ ആ സ്ത്രീത്വം ഇങ്ങനെ നഷ്ടപ്പെടുന്നു, എൻ്റെ മാസമുറ നിൽക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമ്മൾ അനീമിയ ധാരാളം കാണുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഗർഭപാത്രത്തിലെ അണ്ഡാശയത്തിലെ അസുഖങ്ങളാണ്. പലതരം അസുഖങ്ങൾ, ഇപ്പോൾ ഗർഭപാത്രത്തിൽ മുഴയുള്ളവരുണ്ട്, ഫൈബ്രോയിഡ് പോലുള്ള മുഴയുള്ളവരുണ്ട്, ക്യാൻസർ പോലുള്ള അസുഖങ്ങളുടെ തുടക്കമുള്ളവരുണ്ട്, അണ്ഡാശയത്തിലെ ക്യാൻസർ, അതിനെല്ലാം ഒരു തുടക്കം നമ്മൾ നോക്കുമ്പം അനീമിയായിട്ട് കാണാറുണ്ട്. പിന്നുള്ളത് ഈ മാസമുറ നിൽക്കാനുള്ള സമയം അടുത്ത് വരുമ്പോൾ എല്ലാ സ്ത്രീകളുടെ ഒരു ധാരണയാണ്, എനിക്ക് കൂടുതലുണ്ടാകുന്ന രക്തസ്രാവം മാസമുറ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പലർക്കും 2 മാസമൊക്കെ ഇല്ലാതിരുന്നിട്ട് പിന്നെ ഒരു ഹെവി ബ്ലീഡിങ് വരും. അപ്പോൾ ഇത് നിൽക്കാനുള്ളതിൻ്റെ വ്യത്യാസം ഒന്നാണ്. ആ രീതിയിൽ തനിയെ തന്നെ ചികിത്സകളൊന്നും എടുക്കാതെ പോകുന്ന ധാരാളം പേരുണ്ട്. എന്തായാലും അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാകുകയും നമ്മുടെ രക്തം കുറയത്തക്ക രീതിയിലൊരു രക്തസ്രാവം ഉണ്ടായാൽ തീർച്ചയായിട്ടും ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. പലപ്പോഴും അത് വളരെ ലേറ്റ് സ്റ്റേജ് വരെ കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട്
ഇപ്പോൾ ഒരു 47-48 വയസ്സുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ബ്ലീഡിങ് എപ്പോഴും ഉണ്ടാക്കുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ഗർഭപാത്രത്തെ ആവരണത്തിൽ അല്ലെങ്കിൽ എൻഡോമെട്രിയത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നോക്കണം. ഗർഭപാത്രത്തിൻ്റെ അകത്തോ പുറത്തോ ഒക്കെ മുഴകളുണ്ടോ എന്നുള്ളത് നോക്കണം. ഗർഭപാത്ര മുഖത്ത് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള പറ്റുന്നതാണ് ഗർഭാശയ മുഖത്തിലെ ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ. പക്ഷെ അതൊക്കെ വളരെ അഡ്വാൻസ്ഡായിട്ട് അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് കാണും, പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അതൊക്കെ നിൽക്കാനുള്ളതെന്ന് നമ്മൾ തനിയെ വിചാരിക്കും. ഇപ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന തന്നെ പോയി വേണമെങ്കിൽ ഒരു സ്കാൻ ചെയ്ത് നോക്കാം, എന്നാലും ബാക്കി പരിശോധനകളൊന്നും ചെയ്ത് നോക്കാൻ പലർക്കും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല അസുഖങ്ങളും അതിൻ്റെ കണ്ടുപിടിക്കേണ്ട സമയത്ത് കണ്ടുപിടിക്കാതെ ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാനില്ലാത്തൊരു സ്റ്റേജിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ബ്ലീഡിങ്ങിലെ വ്യതിയാനങ്ങൾ വരുന്നത് ഈ സമയത്ത് നോർമലാണ്. എന്നാലും അങ്ങനെ പലവട്ടം വ്യതിയാനം വന്ന് നമുക്കൊരു രക്തം കുറയത്തക്ക രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമ്പോൾ ഒരിക്കലും അത് നിസ്സാരമായിട്ട് എടുക്കാൻ പാടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക തന്നെ വേണം. ഡോക്ടർ, ഈ പെരിമെനോപോസിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഈ ഒരു മെനോപോസ് ആയതിനു ശേഷമുള്ള ഒരു ഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ വിളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ആ ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ്ങിന്റെ പ്രശ്നം വരുന്നില്ല, പക്ഷേ എങ്കിലും ഒരുപാട് സംഘർഷഭരിതമായ ഒരു സമയത്തിലൂടെയാണ് പലപ്പോഴും സ്ത്രീകൾ കടന്നു പോകുന്നത്. അത് കഴിയുമ്പം വരുന്ന ഈ പറഞ്ഞ പോലെ നമുക്ക് ബ്ലഡ് ലോസ് കൊണ്ടുള്ള അനീമിയ തീർന്നു, പിന്നെ നമുക്ക് ബ്ലഡ് ലോസ് കൊണ്ട് അനീമിയ വരുന്നില്ല. പക്ഷെ മെനോപോസ് എത്തിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റ് പല അസുഖങ്ങൾ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെയുള്ള മറ്റ് പല അസുഖങ്ങളും വരുന്നത്. അപ്പോഴെല്ലാം എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്ട്രിക്ഷൻ നമ്മുടെ ഫുഡിലും കാര്യങ്ങളിലെല്ലാം റെസ്ട്രിക്ഷൻ വരുമ്പോൾ പലപ്പോഴും പഞ്ചസാര കുറയ്ക്കാൻ പറയുമ്പോൾ ഫുഡിൽ തന്നെ പഞ്ചസാര മാത്രമല്ല വേറെ പല ഐറ്റംസും ഇതിലെല്ലാം ഷുഗറുണ്ട്, അതിൽ ഷുഗറുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഭയങ്കര കൺട്രോളിൽ പോയിട്ട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വരുന്നവരുണ്ട് ആ സമയത്ത്. പിന്നെ അതുപോലെയാണ് ഈ കുറച്ച് പ്രായമാകുമ്പോൾ വരുന്നതാണ് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് പോലുള്ള അസുഖം. അതൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്, അനീമിയ വരുന്നുണ്ട്. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ വേറെ സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നമ്മൾ അറിയാതെ പോകുമ്പോൾ ചിലപ്പോൾ അത് ആദ്യം വരുന്നത്, ഇപ്പം ഈ സ്റ്റൊമക്കിലെ ക്യാൻസറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും ചിലപ്പോൾ ആദ്യം നമ്മൾ അറിയുന്നത് ഒരു HB കുറഞ്ഞു വരുമ്പോഴാണ്. ഇതെന്തുകൊണ്ട് HB കുറഞ്ഞു വരുന്നു എന്ന് നമ്മൾ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. പിന്നെ എല്ലാ ഏജിലും ഈ പറഞ്ഞ പോലെ ഡീവേമിങ് വേണം. ഡോക്ടറെ, ഈ ഇപ്പം കുട്ടികളുടെ കേസിലൊക്കെ ഡോക്ടർ പറഞ്ഞു 6 മാസം കൊണ്ട്. ഇപ്പം അഡൾട്ട്സിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഡോക്ടർ? അഡൾട്ട്സിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഏജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിംറ്റം ഉള്ളവർക്കാണ് കൊടുക്കുന്നത്, എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരുന്നവർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അനീമിയായിട്ട് ആര് വന്നാലും നമ്മൾ കൊടുക്കും. അനീമിയായിട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺട്രിബ്യൂട്ടറി കോസാവാം, അത് തന്നെ ഒരു കോസ് അല്ലെങ്കിലും ഇതും അതിനൊരു പ്രശ്നം ഉണ്ടാക്കാം. ഈ വോമിൻ്റെ കുറവാണ് അഡൾട്ട്സിൽ, അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കുറവാണ്. നമ്മൾ കൂടുതൽ ഹൈജീനിക്കും കാര്യങ്ങളും ഒക്കെ അല്ലേ, അതുകൊണ്ട് വരാൻ കുറവാണ്. എന്നാലും ഡോക്ടർ, നമുക്കൊരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ, കെയറിംഗ് ഹാൻഡ്സ്, ആരാണ്? ഗോമതി എന്ന് പറഞ്ഞവരാണ്. എവിടുന്ന് വിളിക്കുന്നു? ആലപ്പുഴ. നമ്മുടെ വിഷയം ശ്രദ്ധിച്ചു കാണുമല്ലോ, സ്ത്രീകളിലെ വിളർച്ചയാണ് സംസാരിക്കാൻ. ഡോക്ടറോട് ചോദ്യം ചോദിച്ചോളൂ. പറയൂ. എന്റെ കൊച്ചുമോക്കാണ്. കേൾക്കാം, പറയൂ. എന്റെ കൊച്ചുമോക്ക് 17 വയസ്സ്. കൊറേ നാൾ കൊണ്ട് തലകറക്കുക, മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്, എന്നിട്ടും ഒന്നും ശരിയാവുന്നില്ല. ഡോക്ടറെ കാണിച്ചോ? കാണിച്ച് ഇപ്പോഴും മരുന്ന് കൊടുത്തോണ്ടിരിക്കുക. രക്തക്കുറവുണ്ടോ? ഒന്നും അതറിയത്തില്ല. അല്ല, ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് കാണുമല്ലോ, ഡോക്ടറെ കണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കാണുമല്ലോ. അല്ല, ഡോക്ടറെ അപ്പൊ പിന്നെ ഈ 3-4 ദിവസമേ ആയുള്ളൂ ഡോക്ടറെ കണ്ടിട്ട്. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എഴുതി തന്നില്ലേ? ഇല്ല, ഒന്നും അത് ചെയ്തിട്ടില്ല. അല്ലാതെ ആയുർവേദമാ കൊടുക്കുന്നത്. അത് ശരി. മരുന്നിപ്പോൾ തുടങ്ങിയതേ ഉള്ളല്ലേ? എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം. രക്തക്കുറവുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കണം.
തൈറോയിഡ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, തൈറോയിഡിൻ്റെ ഗ്രന്ഥിക്ക് എന്തെങ്കിലും പ്രവർത്തനക്കുറവോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ എന്ന് പറഞ്ഞാൽ 17 വയസ്സുകാർക്കൊന്നും നമ്മൾ തലകറക്കം വരുന്ന ഒരു പ്രായമല്ല. കൂടുതൽ ബ്ലീഡിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനുസരിച്ചുള്ള ചികിത്സ ചെയ്യണം. എന്തായാലും മിനിമം ടെസ്റ്റുകൾ. ഇപ്പോൾ എത്ര നാളായിട്ട് തലകറക്കം? ഇപ്പം കുറച്ച് നാളായിട്ടേ ഉള്ളൂ. അപ്പം കുറച്ച് നാളായിട്ട് എന്തായാലും 17 വയസ്സ് തലകറക്കം വരുന്ന ഒരു ഏജ് അല്ല. ഈ പ്രായത്തിൽ അങ്ങനെ തലകറക്കം വരാൻ പാടില്ല. അപ്പം നമ്മൾ അതിന് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് തന്നെ നോക്കണം, അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. എന്ന് പറഞ്ഞാൽ വലിയ സീരിയസ് ആയ അസുഖമൊന്നും ആയിരിക്കില്ല, നമുക്ക് ചെറിയ മരുന്നുകളിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നാലും നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാലേ നമുക്കത് പറയാൻ പറ്റും. ശരി ശരി ഡോക്ടർ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ഡോക്ടർ. നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിരുന്നു സ്ത്രീകളിലെ വിളർച്ച. ഓരോ ഘട്ടത്തിലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച്, കഴിക്കേണ്ട ഭക്ഷണം, ഇലക്കറികൾ ഉൾപ്പെടുത്തണം എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു മണിക്കൂർ നമുക്ക് തന്നതിന് ഒരുപാട് നന്ദി ഡോക്ടർ. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകർക്കും ഉപയോഗപ്രദമായിരുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വിളിച്ച കോളേഴ്സിനും പ്രേക്ഷകർക്കും നന്ദി. താങ്ക് യു.